മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയുടെ വീട് മന്ത്രി ഷിബു ബേബി ജോൺ സന്ദർശിച്ചു. ഗൗതമിനെ കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് ഗൗതമിന്റെ അമ്മ രേഷ്മയ്ക്ക് മന്ത്രി ഉറപ്പു നൽകി. സർക്കാർ ചെയ്ത കാര്യങ്ങൾ കുടുംബത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ പോരായ്മയുണ്ടായി. കള്ളക്കടൽ പ്രതിഭാസമാണ് അപകടത്തിന് കാരണമായതെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് മന്ത്രി ഷിബു ബേബി ജോൺ ഗൗതം കൃഷ്ണയുടെ വീട്ടിൽ എത്തിയത്. ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായതെന്ന് വീട് സന്ദർശനത്തിന് ശേഷം മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. 3 പേർ നഷ്ടപ്പെട്ട വീട്ടിലെ അവസ്ഥ ഹൃദയഭേദകമാണ്. അപകടത്തിന്റെ കാരണം കള്ളക്കടൽ പ്രതിഭാസമാണ്. സർക്കാർ ചെയ്ത കാര്യങ്ങൾ കുടുംബത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ പോരായ്മയുണ്ടായി. എല്ലാ ദിവസവും തെരച്ചിൽ നടത്തിയിരുന്നു. അധികമായി ചെയ്തത് ഇന്ന് ഡ്രോൺ പരിശോധന മാത്രമാണ്. 2ാം ദിവസം തന്നെ മുങ്ങൽ വിദഗ്ധരെത്തി പരിശോധന നടത്തി. കോസ്റ്റ് ഗാർഡ് 5 ദിവസവും പരിശോധന നടത്തി. ഇതൊന്നും ന്യായീകരണമല്ലെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ പിറ്റേ ദിവസം തന്നെ സ്കൂബ ഡൈവിങ്ങിന് ആൾക്കാരെ ആവശ്യപ്പെട്ടു. അത് നേവിയുടെ വരുന്നതിന് കാലതാമസം ഉണ്ടെന്ന് കണ്ടുകൊണ്ട് വിഴിഞ്ഞത്തുനിന്ന് കോവളത്തുനിന്ന് സ്കൂബ ഡൈവേഴ്സിനെ എത്തിച്ചു. അവർ കടലിൽ ഇറങ്ങി ആ ബോട്ടിൻ്റെ വലയൊക്കെ ഉള്ള പ്രദേശങ്ങളിൽ പരിശോധനയ്ക്ക് തുനിഞ്ഞു. പക്ഷെ അവർ പോലും കടൽ പ്രക്ഷുബ്ധമായതുകൊണ്ടും വിസിബിലിറ്റി 0 ആയതുകൊണ്ടും അവർക്ക് ഓപ്പറേഷൻ ഈ പശ്ചാത്തലത്തിൽ തുടരാൻ സാധിക്കത്തില്ല എന്നാണ് അന്നറിയിച്ചത്. എല്ലാ ദിവസവും കോസ്റ്റ് ഗാർഡിൻ്റെ 31-1-31 തീയതി സഭയടക്കം കോസ്റ്റ് ഗാർഡ് ഇതുമായി ബന്ധപ്പെട്ട് സെർച്ച് ഓപ്പറേഷൻ നടത്തിയതിൻ്റെ വിശദാംശങ്ങളുണ്ട്. 31-ാം തീയതി, 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതി, പിന്നെ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് സെർച്ച് നടത്തിയിട്ടുണ്ട്. ഇതൊന്നും ന്യായീകരണം പറയുന്നതല്ല. ഗവൺമെൻറ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ. ഒരു ദിവസം പോലും ഒന്നിൽ കൂടുതൽ തവണ ഞാനും കളക്ടറും ഈ വിഷയവുമായി ബന്ധപ്പെടാതിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കഴിഞ്ഞ ആഴ്ച കേരളത്തിൽ നടന്ന പ്രതികൂലമായ കാലാവസ്ഥ, ഒരു ഭാഗത്ത് പ്രളയവും അതിൻ്റെ തീവ്രതയും ഒക്കെ നിലനിൽക്കുമ്പോൾ കാലാവസ്ഥ തടസ്സമായി നിന്നു. ഇന്നലെ രാവിലെ തോട്ടപ്പള്ളിയിൽ ഇന്ന് പടിഞ്ഞാറ് വശം ഒരു ബോഡി കണ്ടതായി മത്സ്യത്തൊഴിലാളികൾ അറിയിച്ചു. അത് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ വിളിച്ചു, ധീവര സമുദായത്തിൻ്റെ നേതാവിനെ വിളിച്ചു. അന്നേരം തന്നെ കളക്ടറുമായിട്ട് ഞാൻ വിളിച്ചു എന്ന് മാത്രമല്ല, അവർ പോലും കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ രാവിലെ തന്നെ അതിനുള്ള സെർച്ച് ഓപ്പറേഷൻ അവിടെ ആരംഭിച്ചു. ഇന്നലെ നേവിയുടെ ഹെലികോപ്റ്റർ റിക്വസ്റ്റ് ചെയ്തു. പക്ഷേ ഇന്നലത്തെ വിസിബിലിറ്റി മോശമായതുകൊണ്ട് ഹെലികോപ്റ്റർ ഇന്നലെ ഓപ്പറേറ്റ് ചെയ്യാനൊക്കത്തില്ലെന്ന് നേവി അറിയിച്ചു. മറൈൻ എൻഫോഴ്സ്മെന്റ് ബോട്ട് വൈകിട്ട് 4:30 വരെ കടലിൽ സെർച്ച് ഓപ്പറേഷൻ നടത്തി. കാലാവസ്ഥ പരിശോധനയ്ക്ക് വലിയ തടസ്സം സൃഷ്ടിച്ചിരുന്നു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശം സർക്കാർ പരിശോധിക്കുന്നുണ്ട്. സർക്കാർ നയമല്ല ഉദ്യോഗസ്ഥർ പറഞ്ഞത്. പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. മറ്റാരേക്കാളും തനിക്കത് മനസ്സിലാകും. SOP പരിഷ്കരണം നടപ്പാക്കും. മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. മകനെ കാണാതായി 7 ദിവസം പിന്നിടുമ്പോഴും കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് മാതാവ് രേഷ്മ നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്നു. തുടർന്ന് വിശദമായ തെരച്ചിൽ നടത്താമെന്ന അധികൃതരുടെ ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. വെള്ളിയാഴ്ച രാവിലെ മുതൽ തന്നെ കോസ്റ്റ് ഗാർഡ്, ഹെലികോപ്റ്റർ, ഡ്രോൺ, ബോട്ട് എന്നിവയിൽ തെരച്ചിൽ ആരംഭിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ.